ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ 13th ആനിവേഴ്സറി സെലിബ്രേഷനാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, എല്ലാ നല്ലൊരു ദിവസത്തിലും കോലം ഇടും, അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ ബ്രാഞ്ചസും കൂടി വീഡിയോ കോളിൽ വന്നിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡെക്കറേഷൻ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തന്നെ നമ്മൾ ബലൂണൊക്കെ കെട്ടി, ലൈറ്റ്സൊക്കെ ഇട്ടു, കോലൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ലൈറ്റ്സൊക്കെ ഇട്ടപ്പോൾ അത് പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയയിലത്തെ ചെറിയൊരു പൂജ ഏരിയ. അതിന് ശേഷം ഞാനൊക്കെ പോയിട്ട് റെഡി ആയിട്ട് വന്നു. തന്നെ നമ്മൾ മുകളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം തന്നെ. അപ്പോൾ അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റൊക്കെ വന്ന് വിളക്ക് കൊളുത്തി. അതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മുടെ ദിവ്യ മാം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സിറ്റി ഹെഡാണ്. ശേഷം ഇത് സുപ്രീത് സാറാണ് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഹെഡാണ്. ഇതാണ് നമ്മുടെ HR മാഡം, ദേവിശ്രീ മാഡം, ആള് വിളക്ക് കൊടുത്തി. അതിന് ശേഷം അബ്ബാസ് സാർ നമ്മുടെ അക്കൗണ്ട്സ് ആണ് കേട്ടോ. ശേഷം ചീഫ് ഗസ്റ്റിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊളീഗ്സിൻ്റെ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ഇരിക്കാൻ കേട്ടോ. ശേഷം ദിവ്യ മാഡത്തിൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. സുപ്രീത് സാറ് പറഞ്ഞു. അതിന് ശേഷം ഇത് റിക്കവറി ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ടോക്കായിരുന്നു. അതിന് ശേഷം അരുൺ സാറിൻ്റെ ഒരു സോങ് ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ അവാർഡ് കൊടുക്കലൊക്കെ ആയിരുന്നു. ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി മന്ത് എനിക്കും കിട്ടി കേട്ടോ, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ്. അതിന് ശേഷം നമ്മുടെ 13th ആനിവേഴ്സറിയുടെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് നമ്മുടെ എംപ്ലോയീസ് എല്ലാവരും വന്നിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പോൾ ദിവ്യ മാമും സുപ്രീത് സാറും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. അതിന് ശേഷം ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിങ്ങനെ ഒരു വട്ടം പോലത്തെ ഒരു സാധനം, അത് നമ്മളെ ഇതുപോലെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി ഏറ്റവും ടൈം കുറവിൽ ആരാണോ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്കാണ് സമരം. ആ ടീം തന്നെയാണ് ജയിച്ചത്. നമ്മൾ 3 ടീമായിട്ട് തിരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ടീം പിന്നെ പതിവ് പോലെ തോറ്റു. അതിന് ശേഷം ഈ ഒരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ബോയ്സിനെ വെച്ചതായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ്. നമ്മൾ വിചാരിക്കണ പോലെ 5 കറക്കെ ഞാൻ കറികൾ അപ്പോഴേക്കും എനിക്കാകെ. പക്ഷെ നമുക്ക് ശരിക്കും തോന്നുന്നു നമുക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ മൈൻഡ് ഫുൾ ഔട്ടായി പോകും. അങ്ങനെ ഒരു 5 വട്ടം അത് കറങ്ങിയിട്ട് നമ്മൾ ഈ ബോട്ടിൽ മേടിക്കണം, അതായിരുന്നു ഗെയിം. അത് കഴിഞ്ഞു. അതങ്ങനെ അധികം കളിച്ചില്ല കേട്ടോ, നിർത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് 2 അംശരാത് കളിച്ചു. അതിൽ ഇവരാണ് കേട്ടോ ജയിച്ചത്. നമ്മുടെ ദിവ്യ മാഡത്തിൻ്റെ ടീമായിരുന്നു ജയിച്ചത്. അതിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. നമ്മുടെ ടീം തോറ്റു, അതിലും തോറ്റു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ദം ബിരിയാണി ഉണ്ടായിരുന്നു, കബാബ് ഉണ്ടായിരുന്നു. പിന്നെ വെജിറ്റേറിയൻസിന് ബട്ടർ എന്നിട്ട് മറ്റേ പനീർ ബട്ടർ മസാല ഇല്ലാന്ന് തോന്നുന്നു. എന്തോ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു പനീറിൻ്റെ. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ സ്വീറ്റായിട്ട് കേസരിയും വാനിലൈസറും, അതെൻ്റെ ഫേവറേറ്റ്. അതൊക്കെ ഞാൻ നല്ലപോലെ കഴിച്ചു. പക്ഷെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു, എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.